ഗൈസ് അങ്ങനെ പെർഫെക്റ്റ് മൈക്ക് അവസാനം ഡി ജെ ഇറക്കി കേട്ടോ. ഞാൻ ഒരുപാടധികം നാളായിട്ട് ഡി ജെയുടെ പല മൈക്കുകളും യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡി ജെ മൈക്ക് ഒറിജിനൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് ഡേ വാങ്ങിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ഡി ജെയുടെ മൈക്ക് മിനി ഇറങ്ങിയ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഡി ജെയുടെ മൈക്ക് മിനി 2S എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് പെർഫെക്റ്റ് സാധനമാണ്. ഇത്രയും മൈക്കുകൾ ഉപയോഗിച്ചാൽ ഏറ്റവും കൂടുതൽ ഫീച്ചർ പാക്ക്ഡ് ആയിട്ട് വരുന്ന സാധനവും ഇത് തന്നെയാണ് കേട്ടോ. ഇതിലെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന കുറേ ഫീച്ചേഴ്സ്. ഇന്ന് നമുക്കത് എന്തൊക്കെയാണെന്നുള്ള പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ഡി ജെ മൈക്കിനേക്കാളും ഒരുപാട് വിലക്കുറവാണ് കേട്ടോ. ഏകദേശം 10-12,000 രൂപയോളം ഡിഫറൻസ് ഉണ്ട്. ഇതിന് വില വരുന്നത് 19,999 രൂപയാണ്, അല്ലെങ്കിൽ 20,000 രൂപയെന്ന് തന്നെ പറയാം. സോ ഇത് ഞാൻ ഫസ്റ്റ് ഡേ ഓൾറെഡി ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു മൈക്കായിരുന്നു. അപ്പോൾ ഇത് ഇറങ്ങിയ ദിവസം തന്നെ ഫസ്റ്റ് ഡേ ഞാൻ ഇത് പിക്ക് ചെയ്ത് കേട്ടോ. കാര്യം അത്രത്തോളം പവർ പാക്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാടധികം സാധനങ്ങളും ഈ ഒരു മൈക്കിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡി ജെ മൈക്ക് മിനി 2S കിട്ടുന്ന ബോക്സ് കേട്ടോ. ഇതിനകത്ത് ഒരുപാടധികം ആക്സസറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ആക്സസറീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസീവർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വരും, ഒരു ക്യാരിയിങ് പൗച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 ട്രാൻസ്മിറ്ററുകൾ വരുന്നുണ്ട്, ഒരു മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB-Cയുടെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചാർജിങ് കേസ് ഉണ്ട്, 2 വിൻസ്ക്രീനുകൾ വരുന്നുണ്ട്, മാഗ്നറ്റിക് ക്ലിപ്പുകൾ 2 വരുന്നുണ്ട്. അത് നമുക്ക് റിമൂവബിൾ ആണ് കേട്ടോ, ഊരി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതോടൊപ്പം തന്നെ 2 എക്സ്ട്രാ മാഗ്നറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മാഗ്നറ്റ്സ് മാത്രമായിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു USB-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്, ഒരു ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഓഡിയോ കേബിൾ വരുന്നുണ്ട്, പിന്നെ മൾട്ടി കളർ വരുന്ന മാഗ്നറ്റിക് കവർ സെറ്റ് ഉണ്ട് കേട്ടോ. ഈ കവർ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാനിപ്പോൾ ഒരു പച്ച കവർ സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള പല കളേഴ്സ് നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് മാഗ്നറ്റിക് ആണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ക്ലിപ്പ് ഊരിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിന് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഔട്ട്ഫിറ്റിൻ്റെ അനുസരിച്ച് മാച്ച് ആക്കി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ അതിനകത്ത്. ഇത്തരത്തിലുള്ള കളേഴ്സാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് ബ്രൈഡുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ കോസ്റ്റ്യൂമിനനുസരിച്ച് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പുതിയ മൈക്കിലായിട്ട് ഇതുപോലെയാണ് കേട്ടോ വിൻസ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. മിനി സീരീസിൽ വരുന്ന പോലെ തന്നെയാണ്, നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻസ്ക്രീൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല ഈ ഒരു മിനി സീരീസൊക്കെ സൈസും അതുപോലെ തന്നെ വെയിറ്റും ഒക്കെ ഭയങ്കര കുറവായതുകൊണ്ട് നമുക്ക് സാഗിങ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് നമ്മൾ നോർമലി മൈക്സ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ് ഉണ്ടെങ്കിൽ ഈ തുണി ഇങ്ങനെ താഴ്ന്നിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. ഈ ഒരു മൈക്കും ഇത് ഒറിജിനൽ ഡി ജെ മൈക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റും ഇതുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നമ്മൾ തൂക്കിയിരുന്നാൽ കറക്റ്റ് ഒരു സാഗിങ് ഉണ്ടായിരിക്കും, പക്ഷേ എക്സെപ്ഷണൽ ക്വാളിറ്റി തന്നെയാണ് രണ്ടും. ആക്ച്വലി നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡി ജെ മൈക്ക് മിനി 2S കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. സോ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഡി ജെ മൈക്കിലാണ് കേട്ടോ. ഓവർ 3 to 4 years ആവുന്നു, സ്റ്റിൽ അൺബീറ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് സ്ലൈറ്റ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ ഡി ജെ മൈക്ക് മിനി 2S വരുന്ന സമയത്ത് റിസീവറിനകത്ത് ഡിസ്പ്ലേ ഇല്ല കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ച ഡി ജെ മൈക്കിനകത്ത് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, പക്ഷേ ഡിസ്പ്ലേ അധികം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ആകെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കോഡ് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ലൈക്ക് ഓഡിയോയുടെ ടൈം കോഡ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ ആക്ച്വലി ഞാൻ ആ ഒരു ഫീച്ചർ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടുമില്ല, ഇനി ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്യുമെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഡിസ്പ്ലേ വേണം എന്നുള്ളത് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിസീവർ അല്ലെങ്കിൽ ഈ ഒരു റിസീവറിനകത്തുള്ള സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസീവറിനകത്തെയും ട്രാൻസ്മിറ്ററിനെയും സെറ്റിങ്സ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡി ജെയുടെ മിമോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഈ ഒരു റിസീവർ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ ഉണ്ട്, അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള സെറ്റിങ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മുടെ റിസീവറിലേക്ക് വന്നു കഴിഞ്ഞാൽ, റിസീവറിൽ ആദ്യം തന്നെ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു നോബാണ് കേട്ടോ. ഈ ഒരു നോബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓഡിയോ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മാനുവലി. അതൊരു ഫിസിക്കൽ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 4 ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ 4 ലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് 4 ട്രാൻസ്മിറ്റർ വരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. അതായത് കഴിഞ്ഞ എൻ്റെ ഒറിജിനൽ മൈക്കിലൊക്കെ ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇതിൽ 4 ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യാം. അതായത് ഡി ജെ മൈക്ക് മിനി സീരീസിലുള്ളതോ
അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മിനി 2S ട്രാൻസ്മിറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കണക്ട് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റൊക്കെ എടുക്കുന്നതിൽ 4 പേരടങ്ങുന്നതാണെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേസമയം 2 എണ്ണം ഉള്ളതാണെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ 2 എണ്ണം ഒരെണ്ണം വെച്ച് 2 പേര് ഷെയർ ചെയ്യേണ്ടി വരും. ഇത് അതേ സ്ഥാനത്ത് നമുക്ക് 4 ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റർ കൊടുക്കാനും അത് ഒറ്റ ഔട്ട്പുട്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ. അതൊരു യൂസ്ഫുൾ ഫീച്ചർ തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിലുള്ള മൈക്ക് സീരീസിന് പോലും ഇങ്ങനെ 4 ട്രാൻസ്മിറ്റർ സെപ്പറേറ്റ്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചർ വരുന്നില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ഒരു ട്രാൻസ്മിറ്ററിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 400 മീറ്ററാണ് കേട്ടോ. 400 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 മീറ്ററും പക്ക കിട്ടണമെന്നില്ല, ഒരു 350 300 ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. അതും നമ്മളെ ബോഡിയിൽ വാട്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻ്റർഫിറൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു 300 350 നിങ്ങൾക്ക് റേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു മൈക്കിൽ നിന്ന്. അതോടൊപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ മൈക്കിൽ പോലും ഒരു മിനി ടച്ച് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു റിസീവറിനകത്ത് ഡിസ്പ്ലേ കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വിക്ക് ഫങ്ഷൻസ് ഒക്കെ ആക്സസ് ചെയ്യേണ്ടത് DJയുടെ മിമോ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. അതിനകത്താണ് നമ്മൾ ആക്ച്വലി ഓരോരോ സാധനങ്ങളും കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് ഈ ഒരു ഡിസ്പ്ലേയോടും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഒറിജിനൽ മൈക്ക് ഉണ്ടായിരുന്ന സമയത്തും ഞാൻ മൈക്കിൽ ഈ ഒരു ഡിസ്പ്ലേ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇതൊരു ടൈനി ഡിസ്പ്ലേ ആണ്, ഇതിനകത്ത് ടച്ച് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് മൈക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പിന്നൊരു കാര്യം മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ടൈം കോഡാണ്. അതും ഞാൻ യൂസ് ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ. ടൈം കോഡ് വളരെ ഹൈ എൻഡ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ലൈക്ക് ഓഡിയോയുടെ ടൈം കോഡ് എടുത്തിട്ട് അതിനനുസരിച്ച് ഓഡിയോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു സംഭവമാണ്. ഞാൻ ഇന്നേ വരെ അത് യൂസ് ചെയ്തില്ല, ഇനി അത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നതും എനിക്കറിയില്ല. മിമോ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള നോയ്സ് ക്യാൻസലേഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് AI നോയ്സ് ക്യാൻസലേഷനാണ്. ഈ DJ തന്നെ ഇത് ഫസ്റ്റ് ടൈമായിട്ടാണ് AI നോയ്സ് ക്യാൻസലേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അത് 2 ലെവൽസിലാണ് വരുന്നത്, ബേസിക്കും അതുപോലെ തന്നെ സ്ട്രോങ് എന്ന് പറയുന്ന ലെവൽസിലാണ് വരുന്നത്. നിങ്ങൾക്ക് 2ൻ്റെയും കമ്പാരിസൺ ഒന്ന് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും എത്ര അടിപൊളിയാണെന്ന്. ഞാനിപ്പോൾ ഈ മൈക്കിൻ്റെ നോയ്സ് റിഡക്ഷനും നോയ്സ് ക്യാൻസലേഷനും എല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ആയിട്ടൊരു ബ്ലോവർ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ നോയ്സ് റിഡക്ഷൻ ഓഫ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നോയ്സ് റിഡക്ഷൻ ബേസിക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നോയ്സ് റിഡക്ഷൻ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ AI നോയ്സ് ക്യാൻസലേഷൻ 2 ലെവലിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതായത് സ്ട്രോങ് എന്ന് പറയുന്ന മോഡലാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള AI നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ബ്ലോവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു AI നോയ്സ് റിഡക്ഷൻ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. അതേസമയം ഇത് റൺ ആവുകയാണ് കേട്ടോ. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു AI നോയ്സ് റിഡക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു DJ മിനി 2S കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് 32 ബിറ്റ് ഫ്ലോട്ടിംഗ് റെക്കോർഡിംഗ് ആണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ക്യാമറയിൽ റോ ആയിട്ടും എടുക്കാറുണ്ട്, JPEG ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ റോ ആയിട്ട് എടുക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് റോ ഫയലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് ഇപ്പോൾ എക്സ്പോഷർ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ കൂട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതിനകത്തൊരു ഫിഡിലിറ്റി കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. അത്തരത്തിലാണ് ഈ ഒരു 32 ബിറ്റ് ഫ്ലോട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ എടുക്കുന്ന സംഭവങ്ങൾ ഒരു 24 ബിറ്റിലൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ 16 ബിറ്റിൽ എടുക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൗഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ സ്പെക്ട്രം എന്ന് പറയുന്നത് കട്ടായി പോകും കേട്ടോ. 32 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്പെക്ട്രത്തിന് വീതിയുണ്ട്. അപ്പോൾ നമ്മൾ ലൗഡായിട്ട് സംസാരിക്കുന്നതും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഇതിന് 2ൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം 24 ബിറ്റിൽ ലൗഡായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അതിൽ ക്ലിപ്പിംഗ് നടക്കുന്നതെന്നും 32 ബിറ്റിൽ ലൗഡായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് ആക്ച്വലി ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ആക്ച്വൽ ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 24 ബിറ്റിലാണ് കേട്ടോ. 24 ബിറ്റും 32 ബിറ്റും നമുക്ക് വ്യത്യാസം അറിയണമെങ്കിൽ ലൗഡായിട്ട് സംസാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലൗഡായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ വോളിയം ഒന്ന് ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോ. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന 24 ബിറ്റിലാണ് കേട്ടോ. ലൗഡായിട്ട് ഞാൻ 2 എണ്ണത്തിലും ഒരേ ലൗഡ്നെസ്സിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട് 24 ബിറ്റിൽ കേൾക്കുന്നത്?
This is 32-bit. Hello, this is 32-bit float. How this sounds? Is it really sounds good? നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ വളരെയധികം ഉറക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ ഒരു റിസീവറിൽ വരുന്ന മറ്റൊരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് ടോൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 3 ഓപ്ഷൻസ് ആണുള്ളത്. റെഗുലർ, റിച്ച്, ബ്രൈറ്റ് കേട്ടോ. അതായത് റെഗുലറിൽ ഇട്ട് കഴിഞ്ഞാൽ നോർമലി നമ്മൾ സംസാരിക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എൻ്റെ സൗണ്ട് മൊത്തം കേട്ടത് ബ്രൈറ്റിലാണ് കേട്ടോ. എന്നിരുന്നാലും നമുക്ക് പരസ്പരമുള്ള 3 ഡിഫറൻസുകൾ നമുക്ക് നോക്കാം കേട്ടോ. അതായത് റെഗുലറിൽ കേൾക്കുമ്പോഴും റിച്ചിൽ കേൾക്കുമ്പോഴും ബ്രൈറ്റിൽ കേൾക്കുമ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ട് കേൾക്കുന്ന എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. വോയിസ് ടോണുകളിലെ തന്നെ ആദ്യത്തെ വോയിസ് ടോൺ ഇതാണ് കേട്ടോ. ഇതാണ് റെഗുലർ വോയിസ് ടോണ്. അതായത് നമ്മൾ നോർമലി നമ്മുടെ മൈക്ക് ക്യാപ്ചർ ചെയ്യുന്ന റെഗുലർ വോയിസ് ടോണാണ്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട്? നിങ്ങളിത് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ബ്രൈറ്റിലാണ് കേട്ടോ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതും ഞാൻ നേരത്തെ മുതൽ സംസാരിച്ചുകൊണ്ടിരുന്നതും ബ്രൈറ്റിൽ തന്നെയാണ്. അപ്പോൾ ബ്രൈറ്റ് വോയിസ് ടോണിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വോയിസ് ക്വാളിറ്റി ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന റിച്ച് വോയിസ് ടോണിലാണ് കേട്ടോ. എങ്ങനെയുണ്ട് റിച്ച് വോയിസ് ടോണ്? കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. കുറച്ചുകൂടെ നമുക്ക് റിച്ചറായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ റിച്ച് വോയിസ് ടോണിൽ കിട്ടുന്നത്. മറ്റൊരു ഫീച്ചർ എനിക്ക് ഈ ഒരു മൈക്കിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഗെയിൻ കൺട്രോളാണ് കേട്ടോ. അഡാപ്റ്റീവ് ആയിട്ടുള്ള ഗെയിൻ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളിപ്പോൾ ഓഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഒരു ലൗഡ്നെസ് നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാറുണ്ട്. ലൈക്ക് ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് സൗണ്ട് ഉയർത്തിയായിരിക്കും സംസാരിക്കുന്നത്, ചിലയിടത്ത് സൗണ്ട് കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗഡ്നെസ് ബാലൻസ് ആണ്. അതായത് എല്ലായിടത്തും അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് സംസാരിക്കുന്നിടത്തും ഉറക്കെ സംസാരിക്കുന്നിടത്തും ലൗഡ്നെസ് ബാലൻസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. രണ്ടാമതായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിപ്പിംഗ് മെത്തേഡാണ്. അതായത് ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് സംസാരിക്കുന്ന സ്പെക്ട്രം ഇത്ര സൈസേ ഉള്ളെങ്കിൽ ചിലയിടത്ത് പോകുമ്പോഴത്തേക്കും ഇത്രയാവും. അപ്പോൾ രണ്ടിൻ്റെയും ആവറേജ് സ്പെക്ട്ര സൈസ് എടുത്തിട്ട് ആ ഒരു സൈസിനനുസരിച്ച് 2 സൈഡും ക്ലിപ്പ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 തരത്തിലുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നോർമലി നമ്മൾ സ്റ്റുഡിയോ എൻവയോൺമെൻറ്റിലാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൗഡ്നെസ് ബാലൻസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് എല്ലായിടത്തും ഒരേ തരത്തിൽ ബാലൻസ് ചെയ്തിട്ട് സൗണ്ടിനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നൊരു പരിപാടിയാണ്. ക്ലിപ്പിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ ചില സൗണ്ട്സ് ഭയങ്കര ഹൈ ആയിരിക്കും. ലൈക്ക് ഒരു ഹോൺ അടിക്കുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ലൗഡ്നെസ്സിനെ അവിടെ കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്ത് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സിനാരിയോ. സോ ഇതിനനുസരിച്ച് എനിക്ക് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഗെയിൻ കൺട്രോളും ഈ മൈക്കിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതായിട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ആണ് കേട്ടോ. ഇൻറ്റേർണൽ റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ മൈക്സിലൊക്കെ കൊടുക്കുന്നതും അതുപോലെ തന്നെ DJ മൈക്ക് 3 വരുന്ന 32 GB നമുക്ക് ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് വരുമ്പോൾ 16 GB നമുക്ക് ആക്ച്വലി കിട്ടുന്ന 14.5 സംതിങ് റേഞ്ചിലായിരിക്കും നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് കിട്ടുന്നത്. പോരാതെ തന്നെ DJ മൈക്കിൽ ആദ്യമായിട്ട് ഇൻറ്റേർണൽ റെക്കോർഡിംഗ് വരുന്നുണ്ട് കേട്ടോ. മിനി സീരീസിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഫീച്ചർ വരുന്നത്. അതും നമുക്ക് ഈ ഒരു ഫീച്ചറും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ 14.2 GB എന്ന് പറയുന്നൊരു സൈസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ഇരട്ടി ഉണ്ടല്ലോ മറ്റെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി ഒരു 14.2 GB എന്ന് പറയുന്നത് ഒരു 32-ബിറ്റ് ഫ്ലോട്ടിലാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 22 മണിക്കൂറോളം നിങ്ങൾക്ക് നിരന്തരമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേസമയം നിങ്ങൾ 24 ബിറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 28 മണിക്കൂറോളം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തായാലും എൻ്റെ യൂസ് കേസിലൊന്നും ഞാൻ 22 മണിക്കൂറോളം നിരന്തരമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. മാത്രമല്ല നമ്മളിതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന ഫയൽസ് ഫസ്റ്റ് ബേസിസ് ആണ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ പുതിയതായിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും, പഴയത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും, അങ്ങനെയാണ്. സോ നിങ്ങൾ ഇൻറ്റേർണൽ റെക്കോർഡിങ് ഒരുപാടധികം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം ഫീച്ചേഴ്സാണ് മൈക്ക് മിനി 2S വന്നിരിക്കുന്നത്. അതും ഒരു 10,000 റുപ്പീസിന് കുറവിലാണ് കേട്ടോ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ്, പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, കറൻ്റ്ലി നിങ്ങളൊരു യൂട്യൂബ് അതുപോലുള്ള വേറെ എന്തെങ്കിലും റെക്കോർഡിംഗ് പ്രോസസ്സൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈക്ക് ഫിലിമോ മിനി വെബ് സീരീസ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെന്താ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മൈക്രോഫോണാണ് കേട്ടോ ഇത്. ഇത് ഞാൻ പലതരത്തിലുള്ള DJ മൈക്ക് യൂസ് ചെയ്തത് കൊണ്ട് എനിക്ക് ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ കുറച്ച് അറിയാവുന്നത് കൊണ്ട് കൂടെയാണ് കേട്ടോ. പലതരത്തിലുള്ള അല്ലാത്ത മൈക്ക് സീരീസുകളും ഉണ്ട്. സോ പേഴ്സണലി നിങ്ങൾ എൻ്റെ വീഡിയോസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അറിയാം, ഞാൻ
റോഡായിരുന്നു എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നൊരു മൈക്ക്. പിന്നെ ഞാൻ ഡി ജെയുടെ മൈക്ക് ഇറങ്ങിയതിന് ശേഷം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ് കേട്ടോ. കാര്യം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവും അതുപോലെ തന്നെ ഒരുപാടധികം കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ ഞാൻ ഈ വർഷത്തേക്ക് പെർഫെക്റ്റ് മൈക്കായിട്ട് ചൂസ് ചെയ്ത 2 ഇയേഴ്സാണ് കേട്ടോ. ആസ് ഓഫ് നൗ. ഇനി ഇതിന് ശേഷം ചിലപ്പോൾ ഡി ജെ തന്നെ നല്ല മൈക്കുകൾ ഇറക്കിയേക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ നല്ല മൈക്ക് ഇറക്കിയേക്കാം. സോ ആസ് ഫാർ ഓഗസ്റ്റിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതിൽ ബാങ്ക് ഫോർ ദ ബക്കും അടിപൊളി മൈക്കും ഇത് തന്നെയാണ് കേട്ടോ, മൈക്ക് മിനി 2S. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടെക് ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.